മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, എനിക്കറിയാം നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന്. ആ ടിവിയുടെ വോളിയം ഒന്നുകൂടി കൂട്ടിവെക്കൂ. എനിക്ക് പറയാനുള്ളത് 4 കാര്യങ്ങളാണ്. ന്യൂയോർക്ക് അത് കുടിയേറ്റക്കാരുടെ സിറ്റിയായി തുടരും. ഈ സിറ്റി നിർമ്മിച്ചത് കുടിയേറ്റക്കാരാണ്. ഈ സിറ്റിയുടെ കരുത്ത് കുടിയേറ്റക്കാരാണ്. ഇപ്പോഴിതാ ഈ നഗരം നയിക്കാൻ പോകുന്നതും ഒരു കുടിയേറ്റക്കാരനാണ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷമുള്ള സൊഹ്റാൻ മംദാനിയുടെ ആദ്യ പ്രസംഗമാണിത്. കുടിയേറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യമില്ലാത്ത നയങ്ങൾ സ്വീകരിക്കുന്ന ട്രംപിന് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനില്ല. സൊഹ്റാൻ മംദാനിക്കെതിരെ വലിയ പ്രചാരണങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ ട്രംപ് തോറ്റു, മംദാനി ജയിച്ചു. ട്രംപ് ഭയപ്പെട്ടിരുന്ന മംദാനിയുടെ ജയം. So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. We will hold bad landlords to account because the Donald Trumps of our city have grown far too comfortable taking advantage of their tenants. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് മംദാനി സ്വയം വിശേഷിപ്പിക്കുന്നത്. ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ, ഒരു നൂറ്റാണ്ടിലേറെയായി ആ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, വയസ്സ് വെറും 34, മേയറാകുന്ന ആദ്യ ദക്ഷിണേഷ്യൻ, ഇന്ത്യൻ വംശജൻ, അതായത് ഒരു കുടിയേറ്റക്കാരൻ. അമ്മ പഞ്ചാബി ഹിന്ദുവായ ലോക പ്രശസ്ത സിനിമാ പ്രവർത്തക മീര നായർ, അച്ഛൻ ഗുജറാത്തി മുസ്ലിമായ അക്കാദമിക് വിദഗ്ധൻ മെഹദൂദ്. ജനനം ഉഗാണ്ടയിൽ, പിന്നീട് ന്യൂയോർക്കിലെ ക്വീൻസിലേക്ക് കുടിയേറി. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറെ ലോകം തിരയുന്നത് സ്വാഭാവികമാണെങ്കിലും പ്രചാരണ കാലം തൊട്ട് മംദാനി ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ തിളക്കം കൊണ്ടുകൂടിയാണ്. ഒരുപക്ഷെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് ശേഷം ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ട്രംപ് അത്ര കണ്ട് ഭയന്ന ഒരു തെരഞ്ഞെടുപ്പ് ജയം. പ്രചാരണ കാലത്ത് ട്രംപ് മംദാനിയെ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വക്താവായ മംദാനി ട്രംപിന്റെ തീവ്ര വലതുപക്ഷ ആശയങ്ങളെ എതിർക്കുക സ്വാഭാവികം. പക്ഷേ സധൈര്യം അത് തുറന്നടിക്കുന്നതിനാൽ മംദാനി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന് ലോകം സംശയിച്ചു. പക്ഷേ പ്രവചനങ്ങളെ തള്ളി മംദാനി ജയിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ മംദാനിക്ക് അനുകൂലമായി കാറ്റ് വീശി. പുരോഗമന ചിന്താഗതി പുലർത്തുന്ന നേതൃത്വത്തിനായുള്ള വോട്ടർമാരുടെ വർദ്ധിച്ചു വരുന്ന താൽപര്യമാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ട്രംപും റിപ്പബ്ലിക്കൻസും ഈ വിജയത്തിൽ അസ്വസ്ഥരാവുക സ്വാഭാവികം. ഡിപ്ലോമാറ്റ് അല്ല, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണെന്ന് പറയാനും മംദാനി മടിച്ചില്ല. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ മംദാനിയുടെ വിജയത്തെ മുതലാളിത്തത്തിനെതിരെയുള്ള വിജയമായി വിലയിരുത്തുന്നു. ഭരണത്തിലേറുന്ന മംദാനിയുടെ പ്രവർത്തനങ്ങളാണ് ലോകം ഇനി ഉറ്റുനോക്കുന്നത്. വേറിട്ട പ്രചാരണത്തിലൂടെയും ജനപ്രിയ വാഗ്ദാനങ്ങളിലൂടെയും മംദാനി നേടിയെടുത്ത ഇമ്പാക്റ്റ് നിലനിർത്തുമോ? എന്തായാലും മേയർ കാലയളവ് മംദാനിക്ക് വലിയ വെല്ലുവിളികളുടെ കാലം കൂടിയാണ്. കോടീശ്വരന്മാർക്ക് അധിക നികുതി, സൗജന്യ ശിശു സംരക്ഷണം, അതിവേഗ ബസ്സുകൾ, വാടക മരവിപ്പിക്കൽ, ഭവന നിർമ്മാണത്തിനുള്ള ചെലവ് കുറയ്ക്കൽ, വിലക്കയറ്റം തടയൽ, ജീവിത ചെലവ് കുറയ്ക്കൽ തുടങ്ങിയ വമ്പൻ വാഗ്ദാനങ്ങളാണ് മംദാനി നൽകിയത്. സാധാരണക്കാർക്ക് മംദാനി പ്രതീക്ഷയാകുമ്പോൾ കോടീശ്വരന്മാരെ സംബന്ധിച്ച് മംദാനി ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കുത്തകകളും ബില്യണർമാരും രാഷ്ട്രീയ എതിർചേരിയിലുള്ളവരും എല്ലാം കച്ചകെട്ടിയിറങ്ങിയിരുന്നു മംദാനിയെ പരാജയപ്പെടുത്താൻ. പക്ഷേ വ്യവസായ പ്രമുഖരെ വെല്ലുവിളിച്ചല്ല, പകരം പ്രായോഗികമായി നീങ്ങി മംദാനി. അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തി വിശ്വാസത്തിലെടുത്തു. മുൻ ന്യൂയോർക്ക് മേയർ മൈക്കൽ ബ്ലൂംബർഗുമായി കൂടിക്കാഴ്ച നടത്തി ഉപദേശം വാങ്ങി അദ്ദേഹത്തെയും പ്രചാരണത്തിൽ ഒപ്പം കൂട്ടി.
വൻ തുക ബ്ലൂംബർഗ് പ്രചാരണത്തിന് സംഭാവനയും നൽകി. നികുതി വിഷയത്തിൽ ഇടഞ്ഞു നിന്ന ഗവർണർ കാത്തി ഹോച്ചലിനെ സമരസപ്പെടുത്തി. ഒടുവിൽ ട്രംപിനെതിരെ നിൽക്കുന്ന സാധാരണക്കാർക്ക് തുണയാകുന്ന മേയറെയാണ് ന്യൂയോർക്കിന് ആവശ്യമെന്ന് പറഞ്ഞ് ഗവർണർ കാത്തി ഹോച്ചലിൻ തന്നെ പ്രചാരണത്തിൽ അണിചേർന്നു. ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന സമ്മർദ്ദത്തെ തുടർന്ന് ട്രംപ് തന്റെ പാർട്ടി സ്ഥാനാർത്ഥി കർട്ടിസ് സ്ലിവയെ പിൻവലിച്ചു. പകരം മത്സര രംഗത്തുള്ള ഡെമോക്രാറ്റിക് സ്വതന്ത്രനും മുൻ ഗവർണറുമായ ആൻഡ്രൂ ക്യുമോയെ പിന്തുണച്ചു. അസാധാരണമെന്ന് തോന്നുന്ന രാഷ്ട്രീയ നീക്കം. എങ്ങനെയും മംദാനിയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കർട്ടിസ് സ്ലിവയെ പിന്തുണയ്ക്കുന്നത് മംദാനിക്ക് വോട്ട് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പോലും ട്രംപ് പറഞ്ഞു കളഞ്ഞു. പക്ഷേ മംദാനിയുടെ നയങ്ങളെ, വാഗ്ദാനങ്ങളെ ജനം വിശ്വസിച്ചു. തന്റെ പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റ് മംദാനി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ന്യൂയോർക്ക് നഗരത്തിലെ കോർപ്പറേറ്റ് നികുതി നിരക്ക് വർദ്ധിപ്പിച്ചു. ന്യൂയോർക്കിലെ ഏറ്റവും ധനികരായവർക്ക് 2% നികുതി ഏർപ്പെടുത്തിയും തന്റെ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിൽ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് നിർണായകമാണ്. മംദാനി വിജയിച്ചാൽ നഗരത്തിനുള്ള ധനസഹായം നിർത്തലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള ഭീഷണി. അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്ന മംദാനിയെ തടയാൻ ട്രംപ് നോക്കിയാൽ അമേരിക്കൻ രാഷ്ട്രീയം ഇനി കാണാൻ പോകുന്നത് ട്രംപ് മംദാനി പോരായിരിക്കും. മംദാനിയുടെ വിജയം ഉഗാണ്ടയ്ക്കും പ്രതീക്ഷയാണ്. ഏകാധിപത്യത്തിന്റെ ദീർഘകാല ഭരണം നിലനിൽക്കുന്ന ഉഗാണ്ടൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉഗാണ്ടയിൽ ജനിച്ച ന്യൂയോർക്ക് നായകന്റെ വിജയത്തിന്റെ തിളക്കം, നിലപാടുകളുടെ തിളക്കം അവിടുത്തെ യുവതയ്ക്ക് ആത്മവിശ്വാസമാണ്. ഉഗാണ്ടൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ ജോയൽ സെൻയോണി ഈ വിജയത്തെ വലിയ പ്രോത്സാഹനമായാണ് കാണുന്നത്. ഇതിവിടെ ഉഗാണ്ടക്കാർക്ക് പോലും സാധ്യമാണ് എന്ന വലിയ പ്രചോദനമാണ്. എങ്കിലും നമുക്ക് അവിടേക്കെത്താൻ ഒരുപാട് ദൂരമുണ്ട് എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം തുറന്നു പറയുന്നു. 1991 മംദാനി ജനിച്ച ഉഗാണ്ട കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഒരേ പ്രസിഡന്റിന്റെ, അതായത് യോവേരി മുസേവനിയുടെ കീഴിലാണ്. വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന മുസേവനി വിരമിക്കാനുള്ള ആവശ്യങ്ങൾ നിരസിക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റം അസ്ഥിരമാകുമോ എന്ന ആശങ്ക ഉഗാണ്ടയിൽ നിലനിൽക്കുന്നുണ്ട്. മംദാനിയുടെ വിജയം യാഥാസ്ഥികതയിൽ നിന്ന് വ്യതിചലിക്കുന്ന പുതുതലമുറയുടെ സ്വാധീനത്തെയാണ് കാട്ടുന്നത്. മംദാനിയുടെ പിതാവിനൊപ്പം ഉഗാണ്ടയിലെ മക്കറരെ സർവകലാശാലയിൽ പ്രവർത്തിച്ചിട്ടുള്ള സാഹിത്യ പ്രൊഫസറായ ഒക്കെല്ലോ ഒങ്വാങ് പറയുന്നത് ഈ വിദേശ വിജയം യുവജനങ്ങളിൽ ഊന്നിയിരിക്കുന്ന ഭാവിയെ സൂചിപ്പിക്കുന്നുവെന്നാണ്. കുട്ടിക്കാലത്ത് ലജ്ജാശീലനും സൗമ്യഭാഷിയുമായിരുന്ന പത്രപ്രവർത്തകനാകാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടി മംദാനിയെ ഓർക്കുന്ന ഉഗാണ്ടക്കാരുടെ വാക്കുകൾ ലോകത്തിന് കൗതുകമാണ്. പിന്നീട് മംദാനി യങ് കാർഡമം ആൻഡ് ഹാബ് എന്ന റാപ്പ് സംഘത്തിന്റെ ഭാഗവുമായിരുന്നു. കമ്പളയിൽ ചിത്രീകരിച്ച അവരുടെ സംഗീത വീഡിയോകൾ ഇന്നും ഓൺലൈനിൽ ലഭ്യമാണ്. The number one spice. Eat in the morning and roll like a dice. Mama told me this once and I'm telling you twice. Panabo muchivina wabele so wise. Ichubi yetu leron di kumasi. A woman yona yetava elugas. It's got me reminiscing like Lilian Baba. ജനുവരിയിലാണ് മംദാനി അധികാരമേറുക. പ്രസിഡന്റ് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ രാഷ്ട്രീയ ചുമതലയാണ് ന്യൂയോർക്ക് മേയറുടേത്. മാറ്റങ്ങളുടെ കൊടുങ്കാറ്റായി മാറാൻ മംദാനി ഒരുങ്ങുമ്പോൾ കാത്തിരിക്കാം ആ മേയർ കാലയളവിനായി.